അസ്സലാമലൈക്കും. എല്ലാവർക്കും ഷിസാസ് കുക്ക് വേൾഡിലേക്ക് സ്വാഗതം. നമുക്ക് റമദാന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണിത്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിപ്പോൾ ഒരു 4 ബ്രെഡ് ഇവിടെ ഒരു ബൗളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് കുതിരാനായിട്ടാണ്. അപ്പോൾ അതവിടെ നിന്ന് കുതിരട്ടെ. ഇനി നമുക്കൊരു പാൻ എടുക്കാം. അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2 ചെറിയ സവാള കട്ട് ചെയ്തത്, 2 പച്ചമുളക് കട്ട് ചെയ്തതും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് അങ്ങ് വഴണ്ട് വരണ്ട, നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്തൊന്ന് ജസ്റ്റ് വഴറ്റിയെടുക്കാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതൊരുവിധം ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അത് നല്ലതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചിക്കിയെടുക്കാം. അതിപ്പോൾ ഞാൻ ഇവിടെ ചിക്കി എടുത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത്രയും മതിയാവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിപ്പോൾ ആ ബ്രെഡിലെ വെള്ളമെല്ലാം കളഞ്ഞിവിടെ ഒരു ബൗളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുട്ടയുടെ കൂട്ട് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കുറച്ച് കസ്തൂരി മേത്തിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു 1/4 കപ്പ് മല്ലിയില കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം ഞാനിവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കയ്യിൽ കുറച്ച് ഓയിൽ പുരട്ടിയതിന് ശേഷം കയ്യിൽ കുറേശ്ശെ എടുത്തതിന് ശേഷം കുറച്ച് നീളത്തിലാണ് ഞാനിപ്പോൾ ഇതിനെ എടുക്കുന്നത്. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും പരത്തിയെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതേപോലെയാണ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇതിൽ അത്യാവശ്യം ഈർപ്പം ഉണ്ടാവും. നമുക്ക് വേറെ ബാറ്ററിലൊന്നും ഇനി ഡിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലോട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ലോ ഫ്ലെയിം, മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. നമുക്കിത് ഇങ്ങനെ തന്നെ ഇത് ഫ്രൈ ചെയ്യാതെ ഇതേപോലെ തന്നെ സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് സൂക്ഷിച്ചാൽ നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ ഇത് ഫ്രൈ ചെയ്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്കുകൾ അറിയിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുള്ളവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ. ഇനി അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.